തൈപ്പൂയം തൈപ്പൂയം എന്ന് നമ്മുടെ നാട്ടിൽ പറയുന്നത്, തൈപ്പൂസം എന്ന് പറയുന്നത് തമിഴന്മാരാണ് ഇവിടെ കൂടുതലുള്ള. പണ്ട് ബ്രിട്ടീഷുകാർ പണിയെടുപ്പിക്കാൻ കൊണ്ടുവന്നൊക്കെയാണ് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞത്. തമിഴന്മാരാണ് ഇഷ്ടം പോലെ ഉള്ളത്. അപ്പോൾ തൈപ്പൂസത്തിന് പോയി. ഞങ്ങൾ ഇവിടെ നിന്ന് 9:30 ഇറങ്ങി. 15 മിനിറ്റത്തെ ഓട്ടോ ഉള്ളു. 9:30 ഇറങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ച് അങ്കിള് പറഞ്ഞത് 1:30 നമുക്കിവിടെ എത്താം, പട്ടിക്ക് വയ്യാതിരിക്കണേ, വയസ്സായതാണ്. അപ്പോൾ പട്ടിക്ക് പേടിയാവും ആരെയും കണ്ടില്ലെങ്കിൽ. അപ്പോൾ നമുക്കൊന്ന് 1:30 തിരിച്ചു വരാമെന്നുള്ള മട്ടിലാണ് പോയത്. പക്ഷേ ഇവിടെ നിന്ന് 9:30 ഇറങ്ങി. അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾ ചെന്ന് കാറ് പാർക്ക് ചെയ്തത് 1:30 ഞങ്ങൾ കാറ് പാർക്ക് ചെയ്യണം. പിന്നെ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. എന്താണെന്നോ, അമ്പലത്തിൽ പോകണമെന്നല്ല കേട്ടോ, ചെരുപ്പില്ലാതെ കുറേ ദൂരം നടക്കണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളോർക്കും, ചെരുപ്പില്ലാതെ നടക്കണം ഇത്ര വലിയ ആഗ്രഹമാണ്, അതിപ്പോൾ മുറ്റത്തിറങ്ങി നടക്കാൻ പാടില്ലെന്ന്. ഇവിടെ അങ്ങനെ നടക്കാൻ പറ്റത്തില്ല. എന്താ സംഭവം എന്ന് വെച്ചാൽ, രാവിലെ പൂ പറിക്കാനൊക്കെ പോകുമ്പോൾ ചെരുപ്പില്ലാതെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ മൊത്തം എല്ലാ വീട്ടിലും പട്ടിയൊക്കെ ഉള്ളതാണ്. ഈ പട്ടീനെയും വെച്ചുകൊണ്ട് എല്ലാവരും നടക്കുമ്പോൾ പട്ടിയൊക്കെ അവിടെ മൂത്രമൊക്കെ ഒഴിച്ചിടും. പിന്നെ നമ്മൾ ഈ റോട്ടിലൂടെ ചെരുപ്പില്ലാതെ നടക്കുമ്പോൾ ഇവർക്കൊരു മോശം. കാരണം അയ്യോ അവിടുത്തെ പെണ്ണ് ചെരുപ്പില്ലാതെയാണ് അവർ നടത്തി വിടുന്ന നമ്മൾ, കാരണം അവർക്കൊരു മോശപ്പേരുണ്ടാവണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അയ്യോ എനിക്ക് ചെരുപ്പില്ലാതെ നടക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്തായാലും അത് സാധിച്ചു. കാറ് പാർക്ക് ചെയ്ത് അങ്ങനെ ഒത്തിരി ദൂരം നടന്നു. മണ്ണിലൂടെ കാലൊക്കെ കുത്തി അങ്ങനെ നടന്നു. പിന്നെ അവിടെ നിന്ന് കുറേ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ അയ്യോ നിപ്പിളി നമ്മളെടുത്തുണ്ടോ, അതേ അമ്മാതിരി തിരക്കായിരുന്നു. പിന്നെ പൂച്ച കരയണ കേട്ടോ. എന്താണ് ആ നിലവിളി ശബ്ദം? അങ്ങേരിന്ന് രാവിലെ ഇരുന്നൊക്കെ കരച്ചതാണ്. എന്നിട്ട് ഒരു മലയുണ്ടെന്ന് പറഞ്ഞാൽ വലിയ മുരുകനാണ്. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുക്കണം, ഫോട്ടോ എടുക്കണം. പുള്ളിക്കാരൻ ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു പണ്ട് ഹസ്ബൻഡ്. അപ്പോൾ അത് ഞാൻ അതൊക്കെ വിചാരിച്ചാണ് പോയത്. പക്ഷെ അതൊന്നും പറ്റിയില്ല. എല്ലാവരും പാൽക്കുടവും എടുത്ത് എന്തെന്നാണ് കാവടിയൊക്കെ ആയിട്ട് അങ്ങനെ പോകണം. അങ്ങനെ കുറേ ദൂരം നടന്നു. പിന്നെ തിരിച്ച് ഇവിടെ വരുമ്പോഴില്ലേ, ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ 2:45 മണിയായി. അപ്പം അത്രയും തിരക്കില്ല ജനങ്ങളുടെ അടുത്താണ് പോയത്. തിരിച്ചു വന്നിട്ട് നമ്മൾ അത്രയും പേരുടെ ഇടയിൽ നിന്ന് വന്നതല്ലേ, അപ്പോൾ അവരുടെ നെഗറ്റീവ് വൈബ്രേഷനൊക്കെ നമ്മളിലേക്ക് ഇതാക്കോല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വന്നിട്ട് കല്ലുപ്പ് വെള്ളത്തിലൊക്കെ കുളിച്ചിട്ടാണ് കിടന്നത്. പക്ഷേ ഇവിടെ സമ്മതിക്കുക, ഇവർ പറയണം അമ്പലത്തിൽ പോയി വന്നാൽ പിന്നെ കുളിക്കേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അതങ്ങനെ ശരിയാവത്തില്ല, കാരണം നെഗറ്റീവ് വൈബ്രേഷൻ മൊത്തം നമ്മൾ ഒബ്സർവ് ചെയ്തെടുക്കും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ചെയ്ത് 2:45 മണിയായി. 2:45 3:30 എങ്ങാണ്ടായി, 3 മണി എങ്ങാണ്ടായി തോന്നി കിടന്നപ്പോൾ പിന്നെ വെളുപ്പിന് രാവിലെ എഴുന്നേറ്റ് അങ്ങനെ. പിന്നെ ഇതാണ് ബാക്കി കാഴ്ചകളൊക്കെ കാണുന്നവർ കണ്ടു, അല്ലാത്തവർ സ്കിപ്പ് ചെയ്തു. നിങ്ങളുടെ ഇഷ്ടം പോലെ. ഇതാണ് അമ്പലത്തിൽ പോയ വിശേഷങ്ങൾ. ഇതാണ് കേൾക്കുന്ന നിലവിളി ശബ്ദം. ആരോ പിടിച്ച് തല്ലണ പോലെ കിടന്ന് കരയുന്നത്. അയ്യോ കേൾക്കുന്ന എന്താ, എൻ്റെ എല്ലാ വീഡിയോസിലും ഉണ്ട് കേട്ടോ ഇങ്ങേത്തിരുന്ന് കരയണത്. ഇങ്ങേത്തി എന്താ കരയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങേത്തിക്ക് ഇഷ്ടമൊന്നുമല്ല ഈ കൂട്ടിക്കിടക്കണം. അപ്പം ഞങ്ങൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വിടാമെന്ന് പറഞ്ഞിരിക്കണം. ഇനിയും കുട്ടിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ മരപ്പെട്ടി പിടിച്ചാലെന്നും പറഞ്ഞു. ഈ പുള്ളിക്കാരത്തി ഇരുന്നുകൊണ്ട് കരച്ചില്ല. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഞാൻ ഒരു പൂച്ചേനെ കാണിച്ചു തരാവേ. അതൊരു ബോയ് പൂച്ചയാണ്. ഈ മലേഷ്യൻ രാജ്യത്ത് പെൺപൂച്ചകൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഈ പെണ്ണിൻ്റെ പേര് റൂബി എന്നാണ്, ഈ പെൺപൂച്ചയുടെ പേര്. ഈ റൂബീനെ അന്വേഷിച്ച് വരുമെന്നേ. ഞാൻ ഒരു ദിവസം ഞാൻ ആ വീഡിയോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ, ഞാൻ പറയണ വിശ്വാസമായില്ലെങ്കിൽ. എന്നിട്ട് ഇത്രയും പേരുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ റൂബിനെ മാത്രം അന്വേഷിച്ച് വരും. അപ്പോൾ എന്തോ ഒരു പാസ്റ്റ് ലൈഫ് ഉണ്ടെന്ന് തോന്നുന്നു അവർ തമ്മിൽ. അല്ലെങ്കിൽ പിന്നെ ഇത്രയും മലേഷ്യയിൽ ഇത്രയും പെൺപൂച്ചകളൊക്കെ ഉണ്ടായിട്ട്, പെൺപൂച്ചകളൊക്കെ ഇഷ്ടം പോലെ റോട്ടിലുണ്ട്. അതിൻ്റെ വീഡിയോസിലൊക്കെ ഉണ്ടാവും. എന്നിട്ട് ഈ റൂബിനെ തിരക്കി വരും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അല്ലേ, അതായിരിക്കും അവർ തമ്മിലുള്ള എന്താ പറയുക, മുൻജന്മത്തിൻ്റെ ഇതായിരിക്കും, കർമ്മയായിരിക്കുള്ളൂ ഇങ്ങനെ ഒന്ന് കിടന്ന് കരയുന്നത്. കർമ്മയിൽ വിശ്വസിക്കുന്നുണ്ട്, ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എനിക്ക് അനുഭവമുണ്ട്. അങ്ങനെ നമ്മൾ ആരുടെയെങ്കിലും മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ട്, അതേ കറക്റ്റായിട്ട് നമുക്ക് തിരിച്ച് കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. ഞാൻ ഹസ്ബൻഡിൻ്റെ ഫാമിലിയായിട്ട് എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഹസ്ബൻഡിൻ്റെ ഒരു ഫാമിലി മെമ്പർ, പുള്ളിക്കാരത്തി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര വഴക്കുണ്ടെങ്കിലും ഇല്ലേ, നമ്മളെ ഭയങ്കര കരച്ചിൽ. നമ്മളെ വഴിയിൽ വെച്ച് കണ്ടാലും വീട്ടിൽ ചെന്നാലും ഭയങ്കര സ്നേഹത്തോടു കൂടി ബിഹേവിയർ ചെയ്യും. അപ്പോൾ പുള്ളിക്കാരത്തി ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഞാൻ എന്ത് ചെയ്ത് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടൊക്കെ ഓടി, ഭയങ്കര മൈൻഡ് ചെയ്തില്ല കേട്ടോ. പക്ഷേ പുള്ളിക്കാരത്തിൻ്റെ മനസ്സ് വേദനിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അപ്പുറത്തോട്ട് പോവും. അപ്പോൾ അമ്മ പറഞ്ഞ് എന്താണ് ഡിക്സി അവർ വന്നിട്ട് മൈൻഡ് ചെയ്യാഞ്ഞത്, എനിക്കെന്തോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല.
എന്നിട്ട് അത് കഴിഞ്ഞു കുറേ വർഷങ്ങൾക്ക് ശേഷം വേറൊരു ബന്ധുവിൻ്റെ വീട്ടിൽ ഇതുപോലെ ഞാൻ വേറൊരു ബന്ധുവാട്ടാ, ആ പുള്ളിക്കാരത്തിൻ്റെ കയ്യിൽ നിന്ന്, ഈ പുള്ളിക്കാരത്തിയല്ല, ആ പുള്ളിക്കാരത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു 1500 രൂപ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഏപ്രിൽ 1 കൊടുക്കാമെന്നാണ് പറഞ്ഞത്. ഏപ്രിൽ വിഷു ആയിട്ട് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയില്ല, സാധിച്ചില്ല. ഇപ്പോൾ ആണെങ്കിൽ കൊടുക്കാം കേട്ടോ, ഇപ്പോഴത്തെ കാര്യമല്ല, അന്നത്തെ കാര്യം. എന്നിട്ട് കൊടുക്കാൻ സാധിക്കാത്തതുകൊണ്ട് ആ പുള്ളിക്കാരത്തി ചെന്നപ്പോൾ ഞാൻ പുറകെയൊക്കെ നടന്നിട്ടൊന്നും പുള്ളിക്കാരത്തി ഒരു മൈൻഡും ചെയ്യണില്ലേ. എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. പക്ഷേ ഇപ്പോൾ ഈ കുറച്ച് കാലമായിട്ട് എന്തുകൊണ്ടാണ് ആ പുള്ളിക്കാരത്തി എന്നോട് അങ്ങനെ ബിഹേവിയർ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ ആ മറ്റേ പുള്ളിക്കാരത്തിൻ്റെ അടുത്ത് അങ്ങനെ പെരുമാറിയത് കൊണ്ടാണ് ഈ പുള്ളിക്കാരത്തി എൻ്റെ അടുത്ത് പെരുമാറിയത്. അപ്പം എന്തെങ്കിലും നമ്മുടെ മനസ്സിൽ വിഷമമുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാവും. കാരണങ്ങളില്ലാതെ ഒന്നും സംഭവിക്കത്തില്ലെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ റൂബി മീൻസ് നമ്മുടെ ഈ പൂച്ച, കരയുന്ന പൂച്ച, അയാൾ കഴിഞ്ഞ ജന്മത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണും. അല്ലാതെ ഈ കൂട്ടിൽ വന്ന് ഇങ്ങനെ കിടന്ന് അലറി കൂവേണ്ട വല്ല കാര്യമുണ്ടോ? അയാൾ അന്വേഷിച്ച് അയാൾക്കടെ ആരാണെന്ന് അറിയാൻ പാടില്ല, അത് അന്വേഷിച്ച് വരിക. അത് ഞാനൊരു ദിവസം വീഡിയോ ഇട്ട് തരാവേ. അയാൾ ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, അത് കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ.